വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല എന്നിവിടങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും കേരളത്തിലെ മറ്റ് മലയോര മേഖലകളിലുമുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സത്വര സഹായത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും സീറോ മലബാർ സഭ കൂടെയുണ്ടാകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സമാനതകളില്ലാത്ത ഈ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പരിക്കേറ്റവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെയും വേദനയിൽ പങ്കുചേരുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതീവ ദുഷ്കരമാണെങ്കിലും ത്വരിതഗതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സർക്കാർ സംവിധാനങ്ങളോട് ഇടവകളും രൂപതകളും ഭക്തസംഘടനകളും സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ദുരന്തത്തിന് ഇരയായവർക്ക് സമാശ്വാസം പകരാനുള്ള സർക്കാർ നടപടികളോട് സീറോ മലബാർ സഭ പൂർണ്ണമായും സഹകരിക്കുമെന്നും അറിയിച്ചു. കേരളത്തെ നടുക്കിയ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലുണ്ടായ ജീവനഷ്ടത്തിലും നാശനഷ്ടത്തിലും മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം അഗാധ ദുഃഖം രേഖപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനവും പ്രാർത്ഥനയും നേർന്ന ബിഷപ്പ് അപകടത്തിൽ പരിക്കേറ്റവർക്കും കനത്ത നാശനഷ്ടങ്ങൾ മൂലം ജീവോപാധികൾ ഇല്ലാതായവർക്കും സാധ്യമായ സഹായ സഹകരണങ്ങൾ നൽകാൻ മാനന്തവാടി രൂപത സന്നദ്ധമാണെന്നും അറിയിച്ചു. വയനാട് ജില്ലയിൽ മേപ്പാടി എന്ന സ്ഥലത്തിനടുത്തുള്ള ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഇക്കഴിഞ്ഞ രാത്രിയിലുണ്ടായ മലയിടിച്ചിലിലും അതുപോലെ ഉരുൾപൊട്ടലിലും ധാരാളം കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുകയും ഏതാനും പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരുണത്തിൽ മാനന്തവാടി രൂപതയുടെ പേരിലുള്ള അഗാധമായ ദുഃഖവും വേദനയും കുടുംബാംഗങ്ങളെ അറിയിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനാ സഹായങ്ങളും നേരുകയും ചെയ്യുന്നു. ആ പ്രദേശത്തുള്ള ഒരിടവകയായ മാനന്തവാടി രൂപതയുടെ ചൂരൽമല ഇടവക പള്ളിയിൽ തന്നെ ഏതാനും കുടുംബങ്ങളെ താമസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് രൂപതയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ്. പ്രാദേശിക സർക്കാരുകളുടെയും അതുപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ സഹകരണവും അനുവാദവുമെല്ലാം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രദേശത്തുള്ള എല്ലാ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരും സന്യസ്തരും അതുപോലെ മറ്റെല്ലാവരും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ദുഃഖം രേഖപ്പെടുത്തി കോഴിക്കോട് ലാറ്റിൻ രൂപത. കോഴിക്കോട് രൂപതയുടെ കീഴിൽ മേപ്പാടി ഉൾപ്പെടെ 20ലധികം ഇടവകകളാണ് വയനാട്ടിലുള്ളത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഇടവകളിലും പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുകയും വിദ്യാലയങ്ങളും പാരിഷ് ഹാളുകളും രക്ഷാപ്രവർത്തനത്തിന് തുറന്നുകൊടുക്കുകയും അതോടൊപ്പം സഹായം അർഹിക്കുന്നവരിലേക്ക് ഇടവക തലത്തിലും സംഘടനാ തലത്തിലും സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നിർദ്ദേശിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി ബത്തേരി രൂപത അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് പിതാവ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രൂപതയുടെ എല്ലാ സഹായവും പിതാവ് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, വയനാട്ടിൻ മുണ്ടക്കൊല്ലി ചൂരൽമല ഭാഗത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലും അതുവഴിയുണ്ടായ ദുരന്തങ്ങളും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. നമ്മളുടെ ഭാവനയിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള ദുരന്തങ്ങളും നാശനഷ്ടങ്ങളും വേദനയുമാണ് ഒരു ജനസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തോളമുള്ള ഭൂമി തകർന്ന് ഇല്ലാതെയായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 47 മരണങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 400ഓളം കുടുംബങ്ങൾ ഒലിച്ച് പോയി. 1500-ൽ പരം ജനങ്ങൾ രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ കുടുങ്ങിക്കിടക്കുന്നു. ഈ ദാരുണമായ സാഹചര്യത്തിൽ ഗവൺമെന്റും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ
അവർക്ക് ചെയ്യാവുന്ന സഹായ സഹകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബത്തേരി രൂപതയുടെ സാമൂഹ്യ ക്ഷേമ വിഭാഗമായ ശ്രേയസ് വഴിയായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് തന്നെ ശ്രേയസിന്റെ സന്നദ്ധ പ്രവർത്തകരോട് പോവുകയും ക്യാമ്പിന് വേണ്ടതായിട്ടുള്ള ധനവും മറ്റ് സാധനങ്ങളും സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവതിയിലുള്ള എല്ലാവരും വൈദികരും സന്യസ്തരും ശ്രേയസിന്റെ സന്നദ്ധ പ്രവർത്തകരും പാസ്റ്ററൽ കൌൺസിൽ അംഗങ്ങളും ഇടവക കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ MCAയും MCMFും MCYയും നമ്മുടെ വിൻസെന്റ് പോൾ പ്രവർത്തകരും നമ്മുടെ കോളേജുകളിലെയും സ്കൂളുകളിലുള്ള അധ്യാപകരും നമ്മുടെ സന്യാസ ഭവനങ്ങളും ഇതര സ്ഥാപനങ്ങളുമെല്ലാം ഈ ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കഴിവുള്ള എല്ലാ വിധത്തിലും ശ്രേയസിലൂടെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ സഭയിലെ പരിചയമുള്ള മറ്റ് സഹോദരങ്ങളോടും പൊതു സമൂഹത്തിലുള്ള നല്ല മനുഷ്യരോടും ചേർന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വസിക്കുന്ന നിസ്സഹായരായ സഹോദരങ്ങൾക്ക് കഴിവുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അടിയന്തരമായി എത്തിക്കണമെന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ രൂപതയിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തില് വളരെ ത്യാഗപൂർവ്വം ഇടപെടുകയും ഇത്രയും വേഗം വേദന അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ പരിഹരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.